കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ CPI എതിർപ്പ് അവഗണിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചോദ്യത്തിന് എന്ത് CPI എന്നാണ് പ്രതികരണം. CPI PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ CPI തന്നെ ഈ പണം വാങ്ങിയെടുക്കണമെന്ന അഭിപ്രായം ശക്തിപ്പെടുന്നതിനിടെയാണ് പാർട്ടിയെ ഒട്ടൊന്ന് പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള MV ഗോവിന്ദന്റെ പരാമർശം വന്നിരിക്കുന്നത്. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് MV ഗോവിന്ദൻ എന്ത് CPI എന്ന തരത്തിലുള്ള ഒരു അവഹേളനം കലർന്നൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഈ വിവാദ കാലങ്ങളിൽ ഒട്ടും അനുയോജ്യമായ രീതിയിലുള്ള പക്വമായ രീതിയിലുള്ള പ്രതികരണമല്ല ഇക്കാര്യത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായത് എന്ന കാര്യം ആണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇത് CPIയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതാകും എന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് രാത്രി CPI മന്ത്രിമാർ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്തും. നാളെ മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിലേക്ക് ഈ PM ശ്രീ പദ്ധതിയുമായി ഒപ്പിടുന്നത് യോജിക്കുന്നത് വന്നാൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്നായിരിക്കും ആ ആലോചനയിൽ പാർട്ടിയുടെ നിർദ്ദേശവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നാളെ അജണ്ടയിൽ വന്നാൽ മാത്രമേ CPI ഇത് ഉന്നയിക്കാൻ സാധ്യതയുള്ളൂ. അല്ലാതെ സ്വമേധയാ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഇനി ഉന്നയിക്കേണ്ടതില്ല എന്നാണ് CPI മന്ത്രിമാർക്കിടയിലെ ധാരണ. കാരണം നേരത്തെ 2 തവണ ചർച്ചയ്ക്ക് വന്നപ്പോഴും ഇതിനോടുള്ള കർശനമായ എതിർപ്പ് അന്ന് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം CPI മന്ത്രിമാർ ഉയർത്തിയ വാദങ്ങളോട് യോജിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് പ്രകടമായൊരു മാറ്റം ഇപ്പോൾ വരാൻ എന്താണ് എന്ന അതിശയം കൊള്ളുകയാണ് CPI മന്ത്രിമാർ ചെയ്യുന്നത്. എന്തായാലും മുന്നണി യോഗം വിളിക്കും. മുഖ്യമന്ത്രിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്തായിരിക്കും മുന്നണി യോഗം വിളിക്കുക. ആ യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പണം വാങ്ങിയെടുക്കണമെന്ന അഭിപ്രായത്തിലേക്ക് CPM മാറിയ സാഹചര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് CPI നോക്കുന്നത്. നാളെ CPIയുടെ നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുകയാണ്. ഈ യോഗത്തിലും ഈ വിഷയങ്ങൾ ചർച്ചയാകും.